ഇസ്രായേൽ അറിഞ്ഞു കാണില്ല തങ്ങൾ കളിക്കാൻ പോകുന്നത് തീക്കളിയാണെന്ന്. ഇറാന്റെ മണ്ണ് ധീരതയുടെ, തന്ത്രത്തിന്റെ, അതിജീവനത്തിന്റെ ഗാഥകൾ നിറഞ്ഞതാണ്. തകർന്ന് തരിപ്പണമാകുമെന്ന് ലോകം മുഴുവൻ ശ്വാസം അടക്കി പിടിച്ചു നോക്കി നിൽക്കെ ഇറാൻ ആയുധങ്ങളുടെ ശക്തിയല്ല, മനസ്സിന്റെ ധൈര്യം കൊണ്ട് ലോകശക്തികളെ വെല്ലുവിളിക്കുന്ന കഥയാണ് കാണുന്നത്. ഇറാന്റെ മണ്ണ്, ആ മണ്ണ് ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ ഒരിക്കൽ പോലും തോറ്റുപോകാത്തവരുടെ കഥകൾ കൊത്തിവെച്ച മണ്ണാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ മൊസാദിന്റെ രഹസ്യ നീക്കങ്ങളുമായി ഇറാന്റെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തിയപ്പോൾ ലോകം കരുതി, ഇനി ഇറാൻ പതിവ് പോലെ ഒരു ചെറിയ പ്രതികരണം നടത്തി മടങ്ങിയേക്കാം. പക്ഷേ അവർക്ക് തെറ്റി. 1700 കിലോമീറ്റർ ദൂരം പറന്നെത്തിയ ഇറാന്റെ മിസൈലുകൾ ലോകത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ തെൽ അവീവിൻ്റെ മണ്ണിൽ പതിച്ചു. ലോകോത്തര സുരക്ഷാ സംവിധാനങ്ങൾ ഞങ്ങൾക്കുണ്ടെന്ന് ആർത്തു വിളിച്ച ഇസ്രായേലിന് ആ രാത്രി സാക്ഷ്യമാകേണ്ടി വന്നു. ആകാശത്ത് തീപ്പൊരി തുപ്പുന്ന മിസൈലുകളും പുകയും പൊടിയും നിറഞ്ഞ തെരുവുകളും. ഇസ്രായേലിൻ്റെ നഗരങ്ങൾ ഗാസയിൽ അവർ തകർത്ത കെട്ടിടങ്ങളെ പോലെ കണ്ടു. ഒറ്റ രാത്രി കൊണ്ട് നാശത്തിൻ്റെ ഛായയിലായി. സൈന്യവും നെതന്യാഹുവും ബങ്കറുകളിലേക്കൂടി. അവിടെ മുതൽ ഇറാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇനി ഞങ്ങൾ പിന്നോട്ടില്ല. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടക്കുമെന്ന ഭീഷണിയും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിന് വലിയ തന്ത്ര പ്രാധാന്യമുണ്ട്. പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും ബന്ധിപ്പിക്കുന്ന ഹോർമോസ് കടലിടുക്ക് ആഗോള എണ്ണ വിതരണത്തിൻ്റെ 25%, 1/3 പ്രകൃതിവാതവും കടന്നു പോകുന്ന പാതയാണ്. 39 കിലോമീറ്റർ നീളവും ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് 33 കിലോമീറ്റർ വീതിയുമുള്ള ഈ കടലിടുക്ക് സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ ഏകമാർഗമാണ്. പ്രതിദിനം ശരാശരി 15 വലിയ കപ്പലുകളിലായി 1 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഈ വഴി കടന്നു പോകുന്നു. കടലിടുക്കിൻ്റെ ഒരു വശം ഇറാന്റെയും മറുവശം ഒമാന്റെയും UAEയുടെയും നിയന്ത്രണത്തിലാണ്. 1972 മുതൽ ഈ പാതയുടെ സമുദ്ര അതിർത്തികൾ ഇരു രാജ്യങ്ങളും പങ്കിടുന്നു. ഈ കടലിടുക്ക് അടഞ്ഞാൽ എണ്ണവില കുതിച്ചുയരുകയും ആഗോള സമ്പദ് വ്യവസ്ഥ തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യും. ഹോർമോസ് കടലിടുക്കിൻ്റെ പേര് AD 309 പേർഷ്യ ഭരിച്ച ഷാപ്പൂർ രണ്ടാമൻ്റെ മാതാവായ ഇഫേറാഹുമിസിൻ്റെ പേരിൽ നിന്നാണ് ഉണ്ടായത്. ചരിത്രത്തിൽ ഈ പാത നിരവധി തവണ സംഘർഷങ്ങളുടെ കേന്ദ്രമായിട്ടുണ്ട്. ഇറാന്റെ ഭീഷണി, US-ന്റെ 5th ഫ്ലീറ്റിന്റെ സാന്നിധ്യം, റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷ പിന്തുണ എന്നിവ ഈ മേഖലയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. US നേരിട്ട് ഇടപെട്ടാൽ ഇറാൻ പശ്ചിമേഷ്യയിലെ US താവളങ്ങളെ ലക്ഷ്യമിടുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യയും ഖത്തറും സംഘർഷം തടയാൻ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇറാൻ ഹോർമോസ് അടച്ചാൽ ആഗോള എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധന, ഉൽപാദനക്കുറവ്, വിപണി ചാഞ്ചാട്ടങ്ങൾ എന്നിവ US-നെ പോലുള്ള ശക്തമായ സമ്പദ് വ്യവസ്ഥകളെപ്പോലും ബാധിക്കും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഹോർമോസ് അടഞ്ഞാൽ എണ്ണവില കുത്തനെ ഉയരും. ഇത് ആഗോള മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം. ഗൾഫ് മേഖലയിലെ നിക്ഷേപ, ടൂറിസം മേഖലകൾ വരെ തകർച്ച നേരിടും. US യുദ്ധത്തിന് പകരം ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഹോർമോസിൻ്റെ തന്ത്രപ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഹോർമോസ് കടലിടുക്ക് ഒരു സമുദ്രപാത എന്നതിലുപരി ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം തീവ്രമാകുന്ന ഈ സന്ദർഭത്തിൽ ഈ കടലിടുക്കിൻ്റെ നിയന്ത്രണം ആഗോള ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളും US-ഉം നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കിയെങ്കിലും ഹോർമോസിൻ്റെ ഭാവി ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയെ നിർണ്ണയിക്കും.